ഹായ്, നമസ്കാരം. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? പക്ഷേ വലിയ നിക്ഷേപം നടത്താൻ കഴിയുന്നില്ലേ? ഏത് ബിസിനസ് തുടങ്ങണം, എവിടെ നിന്ന് ആരംഭിക്കണം, കസ്റ്റമറെ എങ്ങനെ കണ്ടെത്തണം എന്ന ആശയക്കുഴപ്പത്തിലാണോ? എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നാട്ടിലെ ആൾക്കാർ പാൻ കാർഡ്, പാസ്പോർട്ട്, ബാങ്കിംഗ് സേവനങ്ങൾ, ഇൻഷുറൻസ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ബിൽ പേയ്മെന്റ്, ലോൺ സഹായം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾക്കായി ദിവസവും പലയിടങ്ങളിൽ കയറിയിറങ്ങുകയാണ്. ഈ സേവനങ്ങളെല്ലാം ഒറ്റ കേന്ദ്രത്തിലൂടെ നൽകാൻ കഴിഞ്ഞാലോ? ജനങ്ങൾക്ക് ആവശ്യമായ സേവനം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിസിനസ് വളർത്താൻ കഴിഞ്ഞാലോ? ഇതാണ് കസ്റ്റമർ സർവീസ് പോയിന്റ് നൽകുന്ന ബിസിനസ് അവസരം. അതായത് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ നാട്ടിൽ ഒരു ഡിജിറ്റൽ സെന്റർ ആരംഭിക്കാം. പക്ഷെ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിന്ററും വാങ്ങി കട തുറന്നാൽ മാത്രം ഈ ബിസിനസ് വിജയിക്കില്ല. ശരിയായ ലൈസൻസിങ് വേണം, സർവീസ് ചെയ്യാനുള്ള ട്രെയിനിങ് വേണം, പ്രശ്നം വന്നാൽ സഹായിക്കാൻ ഒരു സപ്പോർട്ട് ടീം വേണം, കസ്റ്റമറുടെ വിശ്വാസം നേടാൻ ശക്തമായ ബ്രാൻഡിംഗ് വേണം, കൂടുതൽ വരുമാന അവസരങ്ങൾക്കായി വ്യത്യസ്തമായ കമ്പനിയുടെ സർവീസും വേണം. ഇതെല്ലാം ഒരൊറ്റ സംവിധാനത്തോടെ ലഭിച്ചാലോ? ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ ഒരു പ്രധാന തീരുമാനമെടുക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചേക്കാം. നമസ്കാരം, ഞാൻ സന്തോഷ് തോട്ടത്തിൽ. കഴിഞ്ഞ 14 വർഷത്തിലധികമായി ജനസേവന കേന്ദ്രം, ഡിജിറ്റൽ സർവീസുകൾ, ഫ്രാഞ്ചൈസി സപ്പോർട്ട് എന്നീ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന എസ്റ്റ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകൻ കൂടിയാണ്. ഒരു ചെറിയ ജനസേവന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 4000-ഓളം സംരംഭകരെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ ഫ്രാഞ്ചൈസി നെറ്റ്വർക്കായി വളർന്നിരിക്കുന്നു. എസ്റ്റ എന്റർപ്രൈസസ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമ്മുടെ സ്ഥാപനത്തിന് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ DPIIT റെക്കഗ്നൈസേഷൻ ലഭിച്ചിട്ടുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ എക്കോസിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനി പ്രവർത്തിക്കുന്നു. ഒരു ഡിജിറ്റൽ കേന്ദ്രം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സമഗ്രമായ പിന്തുണയാണ് നമ്മൾ നൽകുന്നത്. ഒരു ജനസേവന കേന്ദ്രം നടത്തുമ്പോൾ സംരംഭകർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സംവിധാനം നമ്മൾ വികസിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ നൽകുന്നത് ഒരു പോർട്ടലോ ലോഗിനോ മാത്രമല്ല, ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസത്തോടുകൂടി ജനസേവന കേന്ദ്രം ആരംഭിക്കാനും പ്രവർത്തിപ്പിക്കാനും വളർത്താനും ആവശ്യമായ 5 പ്രധാന സപ്പോർട്ടാണ് ഞങ്ങൾ നൽകുന്നത്. ലൈസൻസിങ്, ട്രെയിനിങ്, ബാക്ക് ആൻഡ് സപ്പോർട്ട്, ബ്രാൻഡിംഗ്, തേർഡ് പാർട്ടി സർവീസ്. ഇവ ഓരോന്നായിട്ട് ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ലൈസൻസിങ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനായി ഒരാൾക്ക് പണം അയക്കണമെങ്കിൽ GPay വഴിയോ ബാങ്ക് ആപ്പ് വഴിയോ അയക്കാം. പക്ഷേ ഒരു കടയിൽ ബോർഡ് സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് മണി ട്രാൻസ്ഫർ സേവനം നൽകണമെങ്കിൽ വ്യക്തിപരമായ GPay അക്കൗണ്ട് മാത്രം മതിയാകില്ല. അതിനായി ബന്ധപ്പെട്ട് ബാങ്കിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് സ്ഥാപനത്തിന്റെ അംഗീകൃത പോർട്ടലും ഏജന്റ് സംവിധാനവും ആവശ്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങളുടെ സ്വന്തം യാത്രയ്ക്ക് റെയിൽവേ ടിക്കറ്റ് മൊബൈലിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാം. എന്നാൽ കസ്റ്റമർക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതൊരു സേവനമായി നൽകണമെങ്കിൽ അതിനാവശ്യമായ അംഗീകൃത ഏജന്റ് സംവിധാനമോ പോർട്ടലോ നമുക്ക് ആവശ്യമാണ്. ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇൻഷുറൻസ്, ബാങ്കിംഗ്, മണി ട്രാൻസ്ഫർ തുടങ്ങി വിവിധ സേവനങ്ങൾക്ക് കസ്റ്റമർ നൽകുന്നതിനോട് ആവശ്യമായ പോർട്ടൽ ആക്സസ്, ഏജന്റ് രജിസ്ട്രേഷൻ, KYC ഓൺബോർഡിംഗ്, അംഗീകൃത സർവീസ് പ്രൊവൈഡറുമായുള്ള ബന്ധം എന്നിവയാണ് നമ്മുടെ ലൈസൻസ് സപ്പോർട്ടിലൂടെ നമ്മൾ ലഭ്യമാക്കുന്നത്. അതായത് ഒരു ലോഗിൻ നൽകി അവസാനിപ്പിക്കുകയല്ല, വിവിധ സേവനങ്ങൾ പ്രൊഫഷണലായി നൽകുന്നതിന് ആവശ്യമായ അടിസ്ഥാന സംവിധാനം ഒരുക്കുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് ട്രെയിനിങ്. ലൈസൻസ് ലഭിച്ചു, പോർട്ടൽ ലഭിച്ചു, പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു പാൻ കാർഡ് അപേക്ഷ എങ്ങനെ നൽകണം? പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്? ഡിജിറ്റൽ സിഗ്നേച്ചർ അപേക്ഷ എങ്ങനെ പ്രോസസ്സ് ചെയ്യണം? കസ്റ്റമർ രേഖകൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെങ്ങനെ തിരുത്തണം? ഇതൊന്നും അറിയാതെ ഒരാൾക്ക് പോർട്ടൽ മാത്രം ലഭിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ 2 രീതിയിൽ ട്രെയിനിങ് നൽകുന്നത്. ഒന്ന് ഓൺലൈൻ ട്യൂട്ടോറിയൽ ട്രെയിനിങ്ങും മറ്റൊന്ന് 1-to-1 ലൈവ് ട്രെയിനിങ്ങും. നമ്മുടെ ഓൺലൈൻ ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോമിൽ ഓരോ സേവനങ്ങളും ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോരോ ക്ലാസ്സുകളോടെ നമുക്ക് പഠിക്കാം. പാൻ കാർഡ്, പാസ്പോർട്ട്, ഡിജിറ്റൽ സിഗ്നേച്ചർ തുടങ്ങി വിവിധ സേവനങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് സ്വന്തം സമയത്ത് പഠിക്കാം. മനസ്സിലാത്ത ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുപഠിക്കാം. പോർട്ടലിൽ മാറ്റം വരുമ്പോഴും പുതിയ സർവീസുകൾ ചേർക്കുമ്പോഴും ആവശ്യമായ അപ്ഡേറ്റുകളും ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതാണ്. നിങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് ജോലി വിട്ടു പോയാലും പുതിയ സ്റ്റാഫിനെ ഇതേ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് നമുക്ക് പരിശീലിപ്പിക്കാം. അതുകൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിനോടൊപ്പം തുടർന്നും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പഠന സംവിധാനമാണ്. അടുത്തതാണ് 1-to-1 ട്രെയിനിങ്. ട്യൂട്ടോറിയൽ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ട്രെയിനർ നിങ്ങളുമായി നേരിട്ട് കണക്ട് ചെയ്ത് പ്രാക്ടിക്കൽ ട്രെയിനിങ് നൽകുന്നതായിരിക്കും. എനിഡെസ്ക് പോലുള്ള റിമോട്ട് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ തന്നെ നിങ്ങളുടെ സേവനങ്ങൾ ചെയ്ത് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്തു പഠിപ്പിക്കുന്നതായിരിക്കും. ട്യൂട്ടോറിയൽ കണ്ട കാര്യങ്ങൾ സ്വന്തം കൈകൊണ്ട് ചെയ്തു പഠിക്കുന്ന ഘട്ടമാണിത്. അതിനാൽ മുൻപരിചയം ഇല്ലാത്ത ഒരാൾക്കും ഘട്ടം ഘട്ടമായി പഠിച്ച് ആത്മവിശ്വാസത്തോടെ ഇത് പ്രവർത്തിച്ച് വിജയിപ്പിക്കാൻ കഴിയും. മൂന്നാമത്തെയാണ് ബാക്ക് എൻഡ് സപ്പോർട്ട്. ഇതാണ് ഒരു ജനസേവന കേന്ദ്രത്തിന്റെ വിജയത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗങ്ങളൊന്ന്. ഒരു സാഹചര്യം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മുന്നിൽ ഒരു കസ്റ്റമർ ഇരിക്കുകയാണ്. നിങ്ങൾ അവരുടെ പാസ്പോർട്ട് അപേക്ഷ ചെയ്യുകയാണ്. പകുതി വരെ എല്ലാം ശരിയായി, എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പോർട്ടൽ മുന്നോട്ട് പോകുന്നില്ല. ഒരു എറർ മെസ്സേജ് കാണിക്കുന്നു. ഏത് രേഖയാണ് തെറ്റിയെന്ന് അറിയില്ല. കസ്റ്റമർ നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുന്നു. ആ സമയം നിങ്ങൾ ആരെ വിളിക്കും? ഒരു സർക്കാരിനെ നേരിട്ട് പാസ്പോർട്ട് ഓഫീസർ വിളിച്ചു വെച്ചാൽ കൃത്യമായ മറുപടി തരില്ല.
അത് കൃത്യമായി അവർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അവിടെയാണ് നമ്മുടെ ബാക്ക് എൻഡ് സപ്പോർട്ടിൻ്റെ യാഥാർത്ഥ്യ മൂല്യം. പല ജനസേവന കേന്ദ്രങ്ങളും നിർത്തിപ്പോകുന്നത് സേവനങ്ങൾ ലഭ്യമല്ലാത്തതുകൊണ്ടല്ല, പ്രശ്നം വരുമ്പോൾ സഹായിക്കാൻ ആരുമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സമയത്ത് നമ്മുടെ സപ്പോർട്ട് ടീമിനെ ബന്ധപ്പെടുമ്പോൾ അവർ ആ ചെക്ക് ചെയ്ത ശേഷം എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, എന്താണ് തിരുത്തേണ്ടത്, ഭാവിയിൽ ഇതേപോലത്തെ പ്രശ്നമില്ല ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പ്രശ്നം വന്നാൽ സഹായിക്കാൻ ഒരു ടീം തന്നെ പിന്നിലുണ്ട്. ലൈസൻസ് നൽകിയ ശേഷം ഉത്തരവാദിത്വം അവസാനിപ്പിക്കാതെ ബിസിനസ് പ്രവർത്തിക്കുന്ന സമയത്തും കൂടെ നിൽക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നാലാമത്തെ കാര്യമാണ് ബ്രാൻഡിങ്. ഒരു കട തുറന്നാൽ കസ്റ്റമർ വരില്ല, ആളുകൾ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് അറിയണം, അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ മനസ്സിലാക്കണം, അതിലും പ്രധാനമായി സ്ഥാപനത്തെ വിശ്വസിക്കണം. സ്വന്തം പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ ആ പേരിന് വിശ്വാസവും തിരിച്ചറിവും ഉണ്ടാകാൻ വർഷങ്ങൾ വേണ്ടിവരും. എന്നാൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡിന്റെ കീഴിൽ കേന്ദ്രം ആരംഭിക്കുമ്പോൾ ആ ബ്രാൻഡിന്റെ പരിചയവും വിശ്വാസവും നിങ്ങളുടെ സ്ഥാപനത്തിന് സഹായകരമാവും. ഷോപ്പ് ബോർഡ് ഡിസൈൻ, ലോഗോ, ബ്രാൻഡിംഗ് ഐഡന്റിറ്റിയും സർവീസ് പോസ്റ്ററുകളും സോഷ്യൽ മീഡിയ പോസ്റ്ററുകളും വാട്സപ്പ് മാർക്കറ്റിംഗ് മെറ്റീരിയലുകളും പുതിയ സർവീസ് അറിയിപ്പുകളും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്ഥലം, പേര്, ഫോൺ നമ്പർ എന്നിവ ചേർത്ത് വ്യക്തിഗതമായ പോസ്റ്ററുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പനി തലത്തിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഡിജിറ്റൽ ക്യാമ്പയിനുകൾ, ഇന്റർവ്യൂകൾ, മാർക്കറ്റിംഗ് വീഡിയോകൾ എന്നിവയിലൂടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതിന്റെ പരോക്ഷ ഗുണം ആ ബ്രാൻഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫ്രാഞ്ചൈസി കേന്ദ്രങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊരു പുതിയ സ്ഥാപനത്തിന് പ്രൊഫഷണൽ തിരിച്ചറിവ് നേടാനും കസ്റ്റമറുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ശക്തമായ സംവിധാനമാണ്. അഞ്ചാമത്തെയാണ് തേർഡ് പാർട്ടി സർവീസുകൾ. ഒരു ജനസേവന കേന്ദ്രത്തിൽ 2-3 സേവനങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിലോ കസ്റ്റമർ മറ്റ് ആവശ്യങ്ങൾക്കായി മറ്റു സ്ഥാപനത്തിലോട്ട് പോകേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ കേന്ദ്രത്തിൽ കൂടുതൽ സേവനങ്ങൾ ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു കസ്റ്റമർ സേവനത്തിനായിട്ട് വരും, അവർക്ക് ആവശ്യമായ മറ്റ് സേവനങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകാൻ കഴിയും. അതുകൊണ്ടാണ് വിവിധ തേർഡ് പാർട്ടി കമ്പനികളുമായി സഹകരിച്ച് അവരുടെ സേവനങ്ങളും നമ്മുടെ ഫ്രാഞ്ചൈസി കേന്ദ്രങ്ങളിലോട്ട് എത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻഷുറൻസ് സേവനങ്ങൾ, ബാങ്കിംഗ് സേവനങ്ങൾ, മണി ട്രാൻസ്ഫർ, ലോൺ സഹായങ്ങൾ, ഡിജിറ്റൽ സിഗ്നേച്ചർ, വിവിധ ഫിനാൻഷ്യൽ സർവീസുകൾ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ കസ്റ്റമർ സേവനങ്ങൾ, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ, AI ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സേവനങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി സേവനങ്ങൾ നമുക്ക് നൽകിക്കൊണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വലിയ നെറ്റ്വർക്ക് വഴി വിവിധ കമ്പനികൾ അവരുടെ സേവനങ്ങൾ കൂടുതൽ പ്രദേശങ്ങളോട് ജനങ്ങളോട് എത്തിക്കാനും കഴിയും. അതിൻ്റെ ഗുണം നമ്മുടെ ഫ്രാഞ്ചൈസിക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ സർവീസുകൾ, കൂടുതൽ കസ്റ്റമർ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവസരം, കൂടുതൽ വരുമാന സാധ്യതകൾ. എന്തുകൊണ്ടൊരു സമഗ്ര സംവിധാനം തിരഞ്ഞെടുക്കണം? ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കമ്പനി നിങ്ങൾക്ക് ലോഗിൻ അല്ലെങ്കിൽ ഒരു ലൈസൻസ് മാത്രം നൽകി അവസാനിക്കുന്നു. മറ്റൊരു കമ്പനി ലൈസൻസിനൊപ്പം സർവീസ് ചെയ്യാനുള്ള ട്രെയിനിങ് നൽകുന്നു, പ്രശ്നം വന്നാൽ സപ്പോർട്ട് നൽകുന്നു, ബ്രാൻഡിംഗ് സംവിധാനം നൽകുന്നു, പുതിയ കമ്പനികളുമായി അവരുടെ സർവീസുകൾ എത്തിക്കുന്നു, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗനിർദ്ദേശം നൽകുന്നു, പിന്നെ AI ഉപയോഗിച്ചുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള സപ്പോർട്ട് നൽകുന്നു. ഇവരിൽ ആരുടെ കൂടെ ബിസിനസ് ആരംഭിക്കാൻ കൂടുതൽ സുരക്ഷിതം? കുറഞ്ഞ വിലയ്ക്ക് ഒരു പോർട്ടൽ ലഭിച്ചേക്കാം, പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയാതെ, പ്രശ്നം വന്നാൽ സഹായിക്കാൻ ആരുമില്ലാതെ, കസ്റ്റമറെ മുന്നിലിരുത്തി വിഷമിക്കേണ്ടി വന്നാൽ ആ കുറഞ്ഞ വിലക്ക് എന്ത് പ്രയോജനം? ഒരു ബിസിനസിന്റെ യാഥാർത്ഥ്യം മൂലം ഒരു പോർട്ടലിന്റെ വിലയിലല്ല, അതിന് പിന്നിലുള്ള സിസ്റ്റം, ട്രെയിനിങ്, സപ്പോർട്ട്, ബ്രാൻഡ്, പുതിയ അവസരങ്ങൾ എന്നിവയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ലൈസൻസിംഗ് എന്നത് വിവിധ സേവനം നൽകുന്ന ആവശ്യമായ പോർട്ടലുകൾ, ഏജന്റ് രജിസ്ട്രേഷൻ, ഓൺബോർഡിംഗ് സഹായം എന്നിവ ലഭ്യമാക്കുന്നു. ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ഓൺലൈൻ ട്യൂട്ടോറിയലുകളുടെയും 1-to-1 ലൈവ് പരിശീലനത്തോടെയും ഓരോ സർവീസ് ചെയ്യാനും പഠിപ്പിക്കുന്നു. പുതിയ സർവീസുകളുടെ പ്രധാന അപ്ഡേറ്റുകളും ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റായി ലഭിക്കുകയും ചെയ്യുന്നു. ബാക്ക് എൻഡ് സപ്പോർട്ട്. സർവീസ് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ എന്തെങ്കിലും വന്നാൽ നിങ്ങളെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നു. അടുത്തത് ബ്രാൻഡിങ്. നിങ്ങളുടെ സ്ഥാപനത്തിന് പ്രൊഫഷണൽ തിരിച്ചറിയലും ഒരു കസ്റ്റമർ വിശ്വാസവും നേടാൻ സഹായിക്കുന്നു. തേർഡ് പാർട്ടി സർവീസുകൾ വിവിധ കമ്പനികളുടെ കൂടുതൽ സേവനങ്ങൾ കേന്ദ്രത്തോട് നൽകാനും പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വെറും ഒരു ലൈസൻസ് നൽകുന്ന സ്ഥാപനമല്ല, ഒരു വ്യക്തിക്ക് ജനസേവന കേന്ദ്രം ആരംഭിക്കാനും പ്രവർത്തിക്കാനും ഘട്ടം ഘട്ടമായി വളർത്താനും ആവശ്യമായ ഒരു സമഗ്ര ബിസിനസ് സപ്പോർട്ട് നൽകുന്ന ഒരു സംവിധാനമാണ് നൽകുന്നത്. ഇനി ഒരു പ്രധാന ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ഈ വീഡിയോ വെറും വിവരങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണോ കാണുന്നത്? അതോ യാഥാർത്ഥ്യത്തിൽ സ്വന്തമായ ഒരു ജനസേവന കേന്ദ്രം ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ഇതിനകം ഒരു ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഓഫീസോ ഉണ്ടോ? നിലവിലുള്ള ഒരു സ്ഥാപനത്തിനൊപ്പം അധിക വരുമാനം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്? അതോ പൂർണ്ണമായും ഒരു പുതിയ സംരംഭം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ മേഖലയിൽ മുൻപരിചയം ഇല്ലാത്തത് ഒരു പ്രശ്നമേ അല്ല. പഠിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം, കസ്റ്റമറുകൾക്ക് ഉത്തരവാദിത്തത്തോടെ സേവനം നൽകാനുള്ള ഒരു മനസ്സ് വേണം, സ്വന്തമായി വളരണമെന്നൊരു ആഗ്രഹം വേണം. ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയായ ട്രെയിനിങ്ങിലൂടെയും സപ്പോർട്ടിങ്ങിലൂടെയും പഠിക്കാം. ഇന്ന് തന്നെ തീരുമാനമെടുക്കുന്നത് ഞങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷേ തീരുമാനം എടുക്കാത്ത ഓരോ ദിവസം മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ പ്രദേശത്തെ മറ്റൊരാൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി തുടങ്ങുന്നുണ്ടാകും. ഓർക്കുക, നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് ഈ വീഡിയോയിലല്ല, ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. ജനസേവന കേന്ദ്രം ആരംഭിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഗൗരവമുള്ളവരാണെങ്കിൽ
ഇപ്പോൾ തന്നെ ഞങ്ങൾ ടീമുമായിട്ടൊന്ന് ബന്ധപ്പെടുക. നിങ്ങളുടെ സ്ഥലം, നിലവിലെ ജോലി അല്ലെങ്കിൽ ബിസിനസ്, ലഭ്യമായ സൗകര്യങ്ങൾ, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം, ബിസിനസ് ലക്ഷ്യം എന്നിവ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ അടുത്ത ഘട്ടം നമ്മൾ ടീം വിശദീകരിക്കുന്നതായിരിക്കും. ലൈസൻസിങ്, ട്രെയിനിങ്, ബാക്ക് സപ്പോർട്ട്, ബ്രാൻഡിംഗ് എന്നിവ, ലഭ്യമായ സർവീസുകൾ, ആവശ്യമായ രേഖകൾ, നിക്ഷേപം തുടങ്ങിയതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഡെമോയും നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കാം. ഇതെങ്ങനെ തുടങ്ങുന്നു വ്യക്തമായി മനസ്സിലാക്കാനും ഡെമോയ്ക്കും വേണ്ടി ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ യാത്ര ആരംഭിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്ദി, നമസ്കാരം.